പുതിയതായിട്ട് വിഞ്ച് മേടിച്ച് കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ട പണി ഇത് മൊത്തം അൺസ്പൂൾ ചെയ്യുക. എന്നിട്ട് ചെറിയൊരു ലോഡ് 1 ടൺ കൊടുത്താലും മതി, ചെറിയൊരു ലോഡിൽ റീവൈൻഡ് ചെയ്യണം. അതായത് ഇത് വന്ന സമയത്ത് ഇത് പുതിയതായി, അതായത് ഇങ്ങനെയായിരിക്കും ഇരിക്കണേ. ഇത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഡ് കൊടുക്കണം. അതുമേ നമ്മളിവിടെ ഇത് അൺസ്പൂൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫുള്ളെടുത്ത് വലിച്ച് എടുക്കരുത്. ഒരു 5 എണ്ണം 7 എണ്ണം ലെയർ ഇട്ടോളണം. ആ ലെയറുമ്പോഴാണ് ഇതിൻ്റെ പിടി മുഴുവൻ വന്നത്. ഫുള്ള് വിട്ട് കഴിഞ്ഞ് ഇത് മൊത്തം അടിച്ച് തെറിച്ച് പുറത്ത് പോരും. പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല ഈ സാധനം. കാരണം ഇതൊരു ചെറിയ പിന്നുമ്മയാണ് അത് ഇരിക്കുന്നത്, വേറെ പിടുത്തമൊന്നും ഇല്ല. അതുമേ ഓരോ വിഞ്ചിനും ഫ്രീ സ്പൂൾ ചെയ്യണത് ഓരോ രീതിയിലാണ് ആ സ്വിച്ചുകൾ. ചിലത് വെറുതെ തിരിച്ചാൽ മതി, ചിലത് പൊക്കിയിട്ട് തിരിക്കണം. പിന്നെ ഇത് വൈൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കയറിക്കോളും. നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഒരു ലെയറിൻ്റെ മുകളിൽ വേറെ ലെയർ കയറാതെ ഒറ്റ ഇത് കൊടുക്കുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2 എണ്ണം ഒന്നിച്ച് കയറാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞ് വിഞ്ച് ഫുൾ ലോഡാക്കിയാൽ നിർത്തിയേക്കണേ, 2 ടൺ വലിച്ച് വൈൻഡ് ചെയ്താൽ നിർത്തിയേക്കണമെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അൺവൈൻഡ് ചെയ്യുക. ആ വൈൻഡ് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് റിലീസ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ടുള്ള പുള്ളിൽ മാത്രം റിവൈൻഡ് ചെയ്യുക. പിന്നെ ഇതുപോലെ ചെളി ആയിട്ടുണ്ടെങ്കിൽ സെയിം തിങ് ബക്കറ്റിലിട്ട് മൂടി ഒരു മണിക്കൂർ കുതിർത്തി വയ്ക്കുക, കഴുകി കളയുക, ക്ലീൻ ചെയ്യുക, തിരിച്ച് കയറ്റുക. ചെളി അതുപോലെ ചെളിയിൽ കുത്തി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വയറിങ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും അത് ഓർത്ത് വെച്ചേക്കാം. ചെളിയിലേക്ക് കുത്തി ഇറക്കണ്ടെങ്കിൽ ഫ്രണ്ട് ഡീപ്പ് ചെയ്ത് എല്ലാവരും രസമാണ് ഈ ചെളിയിലേക്ക് ഇറക്കുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ട്രിപ്പിന് തന്നെ വന്ന വണ്ടിയുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റുകൾ മുഴുവൻ പോയി കിടക്കായിരുന്നു. ചെളി കയറി ഇരുന്നിട്ട് അവിടെ ബിൽഡപ്പായി വർക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം അതായിരുന്നു. ഒത്തിരി പേര് ചെയ്യണ ഒരു എളുപ്പ പരിപാടി ചെയ്യണത് കണ്ടേക്കണത്, ഇതിങ്ങനെ വലിക്കും. ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിങ്ങനെ കറക്കിയിടാറുണ്ട്. ഭയങ്കര എളുപ്പം അത് ചെയ്യാൻ. പക്ഷേ ഒരിക്കലും ചെയ്യരുത്. ഇത് ഈ സാധനം പിടിക്കണത് ഇതുമ്മയായിരിക്കും. ഇത് ഡാമേജ് ചെയ്യാൻ അധികം നേരമൊന്നും വേണ്ട. ഈ സാധനം കയറ്റാതിരിക്കുന്നത് നല്ലത്. അവിടെ ഡിഗ് ചെയ്യും. ഡാമേജ് മരത്തിന് ഡാമേജ് പറ്റുമെന്ന് പറയുന്നത് ഒന്ന്, ഈ സാധനത്തിനും ഭയങ്കരമായിട്ട് ഡാമേജ് പറ്റും. ഇത് അത്യാവശ്യം നല്ല വില വന്നതായി റോപ്പ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ. ഇതാണ് അതിന് ഉപയോഗിക്കുന്നത്. ട്രീ ട്രങ്ക് പ്രൊട്ടക്ടർ, ഈക്വലൈസർ, എന്തും ആ വണ്ടിയുടെ എല്ലാത്തിനും ഒരു സെയിം പർപ്പസ്, സെയിം സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പരമാവധി താഴെ ഇടുക. ലെവൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, ഇടുന്നതിന് കുഴപ്പമില്ല. നോക്കേണ്ടത് മരം ഹോളോ മരമാണോ, മരത്തിൻ്റെ ഒരു കപ്പാസിറ്റി നോക്കുക. ഇപ്പോൾ ഇതാ നിൽക്കണ മരത്തിൻ്റെയൊക്കെ ചെന്നിടാതിരിക്കുക. അതുപോലത്തെ ചെറിയ മരങ്ങളുണ്ടല്ലോ, അതെല്ലാം മൂടോടെ പറഞ്ഞു വരും. 3 ടണ്ണൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അതിങ്ങോട്ട് പറഞ്ഞു പോരും.